നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും ഞെട്ടിക്കൽ വേളമായിരുന്നല്ലോ. എമിറേറ്റ്സിൽ സീസണിൽ ഇതുവരെ തോറ്റിട്ടില്ല. എല്ലാം അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് മൈക്കൽ കാരിക്കിൻ്റെ കുട്ടികൾ. കിടിലൻ പ്രകടനം. 3-2 ആഴ്സണലിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തുമ്പോൾ എന്ത് കിടിലൻ ഗോളുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കളിക്ക് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മൈക്കൽ കാരിക്ക്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആഴ്സണലിന് കൊടുത്ത പണിയുടെ ആഘാതം നമ്മൾ നോക്കണം. 2017 ഡിസംബറിന് ശേഷം പ്രീമിയർ ലീഗിൽ ഗണ്ണേഴ്സിനെതിരെ ഒരു എവേ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. 8-9 കൊല്ലമായെന്നേ. ഇറ്റ് ഈസ് ദി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് ഫസ്റ്റ് എവേ വിൻ അഗെയിൻസ്റ്റ് ഗണ്ണേഴ്സ് ഇൻ ദി PL സിൻസ് ഡിസംബർ 2017. അതാ തീർത്തു കൊടുത്തത്. ഇപ്പോൾ ആദ്യം സിറ്റിക്ക് കൊടുത്തല്ലോ. മാഞ്ചസ്റ്റർ ഈസ് റെഡ് എന്ന് കാരിക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. 2-0 വിജയമായിരുന്നു. ഇവിടെ ആഴ്സണലൊന്ന് പിടിക്കാൻ നോക്കി, പക്ഷേ 3-2 വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുന്നു. അപ്പോൾ 2017 ശേഷം പ്രീമിയർ ലീഗിലെ ആദ്യത്തെ എവേ വിജയം കഴിഞ്ഞില്ല. ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ആഴ്സണൽ ഹാവ് കൺസീഡഡ് 3 times ഇൻ പ്രീമിയർ ലീഗ് ഗെയിം സിൻസ് ഡിസംബർ 2023. 2023 ഡിസംബറിൽ ലൂട്ടനോട് 4-3 വിജയം നേടിയപ്പോൾ ഒരു 3 ഗോൾ കൺസീഡ് ചെയ്തിരുന്നു. അതിന് ശേഷം ഇന്ന് വരെ പ്രീമിയർ ലീഗിൽ 3 ഗോളുകൾ ആഴ്സണൽ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 83 ലീഗ് മത്സരങ്ങൾ 3 ഗോളുകൾ കൺസീഡ് ചെയ്യാതെ അവർ പോയി. അതും അങ്ങ് തീർത്തു കൊടുത്തിരിക്കുന്നു. അതാ പറഞ്ഞത്, അവിടെ ഞെട്ടിക്കൽ മേളയായിരുന്നു. യഥാർത്ഥത്തിൽ ഞെട്ടിക്കൽ മേളയാണ് സംഭവിച്ചത്. പക്ഷേ ഈ വിജയം കൊണ്ട് അമിതാഹ്ലാദത്തിലേക്ക് പോകുന്നില്ല മൈക്കൽ കാരിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. ഞാനിതിൽ അമിതമായി ആവേശഭരിതനാവുന്നില്ല. നമുക്ക് മുന്നിൽ വലിയ മത്സരങ്ങൾ വരാനുണ്ട്, കളികൾ ഇനിയും വരാനുണ്ട്. കാരണം അടുത്ത ഓരോ മത്സരവും ഏറ്റവും വലിയ മത്സരമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഐ ആം നോട്ട് ഗെറ്റിംഗ് ക്യാരിഡ് അവേ. We have got some bigger games coming up because every next game is the bigger game. അടുത്ത ഓരോ മത്സരവും നമുക്ക് വലുതാണ്, ഇനിയും കളികൾ വരാനുണ്ട്. അപ്പോൾ ഇതിൽ വല്ലാതെ അങ്ങ് ആവേശഭരിതനാകുന്നില്ല, ആർഭാദിക്കുന്നില്ല എന്ന് തന്നെ മൈക്കൽ കാരിക്ക് പറയുന്നു. അപ്പോൾ ഇനിയും മത്സരങ്ങൾ വരാനുണ്ട് എന്നുള്ള കൃത്യമായ ധാരണയിലാണ് അദ്ദേഹം ഉള്ളത്. നോക്കുക, യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കാരിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം സിറ്റിയോട് കളി, ആഴ്സണലിനോട് കളി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനി അത് രണ്ടും സക്സസ്ഫുള്ളി തരണം ചെയ്തല്ലോ. ഇപ്പോൾ ടോപ്പ് 4 ഉണ്ട്. ഇനി വരാനുള്ളത് ഫുൾഹാം, ടോട്ടൻഹാം, വെസ്റ്റ് ഹാം, എവേർട്ടൺ, ക്രിസ്റ്റൽ പാലസ്, ന്യൂ കാസിൽ, ആസ്റ്റൺ വില്ല. ഇതേ ആവേശത്തിൽ മുന്നോട്ട് പോയാലേ കീഴടക്കാവുന്നതേ ഉള്ളൂ. യുണൈറ്റഡ് പഴയ മികവിലേക്ക് തിരികെ എത്തുന്നു എന്നൊരു വിശ്വാസം ആരാധകർക്ക് നൽകാനെങ്കിലും മൈക്കൽ കാരിക്കിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.